നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. അക്രമാസക്തനായ കൊടും കുറ്റവാളി ജയിൽ മോചിതനായി. മുന്നറിയിപ്പ് നൽകി ഡർഹാം പോലീസ്. സമൂഹത്തിൽ ഉയർന്ന അപകട സാധ്യത സൃഷ്ടിക്കുകയും അക്രമാസക്തനുമായ കൊടും കുറ്റവാളിയെ കമ്മ്യൂണിറ്റിയിലേക്ക് തിരികെ വിട്ടയച്ചതായി ഡർഹാം മേഖലയിലെ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കോടതി വ്യവസ്ഥകൾ ലംഘിച്ചതിന് 45-കാരനായ കീത്ത് തിയോഡർ കോൺസ്റ്റന്റിനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു. ജാമ്യാപേക്ഷ പരിഗണിച്ച് അടുത്ത ദിവസം ഇയാളെ വിട്ടയച്ചു. ഇയാളിപ്പോൾ ഓഷാവ പ്രദേശത്താണ് താമസിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. സംശയാസ്പദമായോ അപകടകരമായോ എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടാൽ പോലീസിനെ നേരിട്ട് അറിയിക്കണമെന്നും പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാനും ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാനായിരിക്കാനും പോലീസ് നിർദ്ദേശം നൽകി. പോലീസ് പറയുന്നതനുസരിച്ച് ഇയാൾ മുമ്പ് ലൈംഗികാതിക്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം, സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ, പ്രൊബേഷൻ ഉത്തരവ് പാലിക്കുന്നതിൽ പരാജയപ്പെടൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ജാമ്യ വ്യവസ്ഥകളിൽ കോൺസ്റ്റന്റിന് 16 വയസ്സിന് താഴെയുള്ള ആരുമായും തനിച്ചിരിക്കുന്നതിന് വിലക്കുണ്ട്. താൽക്കാലിക വിസകൾ വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ മോൺട്രിയലിൽ യോഗം ചേരും. കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം എങ്ങനെ ചുരുക്കാമെന്നറിയാൻ ഫെഡറൽ പ്രവിശ്യ മന്ത്രിമാർ വെള്ളിയാഴ്ച മോൺട്രിയലിൽ യോഗം ചേരും. ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായി തന്റെ പ്രവിശ്യ പ്രാദേശിക എതിരാളികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ താൽക്കാലിക താമസക്കാരുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കുക 2023 കാനഡയിലെ ജനസംഖ്യയുടെ 6.2% നിന്ന് അടുത്ത 3 വർഷത്തിനുള്ളിൽ 5% താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് കാനഡയുടെ വളർച്ച നിയന്ത്രിക്കുക എന്നതാണ് യോഗത്തിന്റെ മുഖ്യ ലക്ഷ്യം. വീട്ടുവഴക്ക്, കുത്തേറ്റ് 3 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച പുലർച്ചെ മിസ്സിസാഗയിൽ ഗാർഹിക തർക്കത്തിൽ കത്തിക്കുത്തേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. ഒരാൾ കസ്റ്റഡിയിലാണെന്നും 3 പേർക്ക് പരിക്കേറ്റതായും പീൽ റീജിയണൽ പോലീസ് അറിയിച്ചു. ഡണ്ടാ സ്ട്രീറ്റ് വെസ്റ്റിനും മെയ്വിസ് റോഡിനും സമീപമുള്ള വോൾഫേഡൽ റോഡ് ഫോറസ്റ്റ് ഡ്രൈവ് ഏരിയയിൽ പുലർച്ചെ 1 മണിക്ക് മുമ്പാണ് സംഭവം നടന്നത്. പ്രായപൂർത്തിയായ സ്ത്രീക്ക് ഗുരുതരമായ പരിക്കേറ്റും മറ്റു 2 പേരും ഗുരുതരമല്ലാത്ത പരിക്കുകളാലും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അംഗത്വത്തിനുള്ള ഫലസ്തീന്റെ ശ്രമത്തെ പിന്തുണച്ച് UN ജനറൽ അസംബ്ലി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വെള്ളിയാഴ്ച സമ്പൂർണ്ണ UN അംഗമാക്കാനുള്ള ഫലസ്തീന്റെ ശ്രമത്തെ പിന്തുണച്ചു. ഫലസ്തീൻ രാജ്യത്തെ UNൽ ചേരാൻ യോഗ്യതയുള്ളതായി അംഗീകരിക്കുകയും കാര്യം അനുകൂലമായി പുനഃപരിശോധിക്കാൻ UN രക്ഷാസമിതിയെ ശുപാർശ ചെയ്യുകയും ചെയ്തു. അസംബ്ലിയുടെ വോട്ടെടുപ്പ് ഫലസ്തീനെ പൂർണ്ണ UN അംഗമാക്കാനുള്ള ശ്രമത്തിനുള്ള പിന്തുണയുടെ ആഗോള സർവേയായിരുന്നു. 143 പേർ അനുകൂലിച്ചും US-ഉം ഇസ്രായേലും ഉൾപ്പെടെ 9 രാജ്യങ്ങൾ എതിർത്തുമുള്ള പ്രമേയം അസംബ്ലി അംഗീകരിച്ചു. കാനഡ ഉൾപ്പെടെ 25 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസ്സിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, കണ്ണൂർക്കാരന്റെ തൊട്ടുകട, ഡ്യൂപോണ്ട് സ്ട്രീറ്റ്, ടൊറന്റോ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.